ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഡെങ്കിപ്പനി ബാധിച്ച യുവാവ് മരിച്ചു. തൂങ്ങാലയിൽ ബൈജു ജോസ് ആണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇടുക്കിയിലാണ് സംസ്ഥാനത്ത് വീണ്ടും ഒരു ഡെങ്കിപ്പനി മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്തുതന്നെയായാലും ആശങ്കാജനകമായൊരു സാഹചര്യം തന്നെയാണ് ജില്ലയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. തൂങ്ങാലയിൽ ബൈജു ജോസാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്കാണ് മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത്സയിരിക്കുന്നത്. എന്തുതന്നെയായാലും ആശങ്കാജനകമായൊരു സാഹചര്യം ഇടുക്കി ജില്ലയിൽ ഉണ്ടാവുകയാണ്. ഇടുക്കിയിൽ ഡെങ്കിപ്പനി ബാധിച്ച ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, ഇത്തരത്തിൽ ഒരു മരണം ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഡെങ്കിപ്പനി ബാധിച്ച രോഗികൾ ജില്ലയിലുണ്ടോ? നിരവധി രോഗികൾ ഇപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ച ഇടുക്കി ജില്ലയിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. പ്രധാനമായും ഹൈറേഞ്ച് മേഖല കേന്ദ്രീകരിച്ചാണ് ഈ ഡെങ്കിപ്പനി വ്യാപകമാകുന്ന ഒരു സാഹചര്യമുള്ളത്. പ്രധാനമായും കുമളി, വണ്ടിപ്പെരിയാർ, അതുപോലെ തന്നെ വണ്ടൻമേട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ ഈ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ. കഞ്ഞിക്കുഴി സ്വദേശി ബൈജു ജോസ് എന്നയാളാണ് മരിച്ചത്. 45 വയസ്സാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തിന് കലശലായ പനിയും അതുപോലെ തന്നെ ശരീരവേദനയും സന്ധിവേദനയും എല്ലാം തന്നെ അനുഭവപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ചികിത്സയിലിരിക്കുമ്പോൾ തന്നെ ഈ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ എത്തിയെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിൽ ഇദ്ദേഹം മരണപ്പെടുന്നത്. ജില്ലയിൽ ഈ പ്രധാനമായും ഈ മഴക്കാലം ആരംഭിച്ചതോടുകൂടി തന്നെ, മഴ ശക്തമായി പെയ്ത് തുടങ്ങിയതോടുകൂടി തന്നെ ഈ രോഗങ്ങൾ, ഇത്തരത്തിലുള്ള ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗവും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. യെസ്, വ്യക്തമാണ്. സുബിൻ തോമസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.